സമൂഹത്തിനും ലോകത്തിനും മുന്നിൽ നിങ്ങളുടെ മഹത്വം കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പകരം വായുവിനെ പോലെ ആയാലും, അതായത് വായു ഭാരമില്ലാത്ത ഒന്നാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഈ വായുവിന് തന്നെ കൊടുങ്കാറ്റായി മാറി സർവ്വവിനാശവും വരുത്തുവാൻ സാധിക്കും. ആ സമയം ഈ വായുവിന്റെ ശക്തിയെ തടയാൻ ആർക്കും സാധിക്കില്ല. അതെ, വായു അതിന്റെ സഞ്ചരണത്തിലൂടെയാണ് ഈ പ്രകൃതിക്ക് ജീവൻ ലഭിക്കുന്നത്. പിന്നെ ഇതേ വായുവാണ് മേഘങ്ങളെ ഉണ്ടാക്കുന്നതും അതുപോലെ ഭൂമിയുടെ ദാഹവും അകറ്റുന്നു. അതുകൊണ്ട് നിങ്ങളും വായുവിനെ പോലെ ആവുകയാണെങ്കിൽ മനസ്സിന് പരിവർത്തനം ഉണ്ടാകും, ഉയരങ്ങളിലേക്ക് എത്തുവാനും കഴിയും. അങ്ങനെ ഈ സമൂഹത്തിൽ നിന്നും ഭൗതികതയിൽ നിന്നും മായയിൽ നിന്നും എല്ലാം അകലുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് സ്നേഹം എന്താണെന്ന്. അതുപോലെ ഇക്കാര്യവും തിരിച്ചറിയാൻ കഴിയും, അതായത് സമർപ്പണമാണ് ഈ ജീവിതമെന്ന്. അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോട് പറഞ്ഞാലും രാധേ രാധേ.